നമസ്തേ, ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെമ ആക്ടിൽ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രക്രിയകളാണ് നടത്തുന്നത്, എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് നടത്തേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫെമ ആക്ട് പറയുന്നത് വെച്ചാൽ എന്താ സ്റ്റാർട്ടപ്പ് എന്ന് ആദ്യം പറയുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു കൺസേൺ ആണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫെമ ആക്ട് പ്രകാരം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ ഫെമ ആക്ട് പ്രകാരം സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടാതെ നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും റൂൾസും ഒക്കെ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻ്റർണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഭാരത സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നമുക്ക് ചെയ്യുന്നത്. അവരാണ് നമ്മളെ സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിക്കേണ്ട വ്യക്തികൾ. സോ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. അത് ഭാരത സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വരുന്ന എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്യുകയും DPITT ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻ്റർണൽ ട്രേഡ് അത് അംഗീകരിക്കുകയും നമുക്ക് ചെയ്തിരിക്കണം. ഇതിന് ഒരു 3-4 കണ്ടീഷൻസ് നമുക്ക് പറയുന്നുണ്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന്, നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. ഈ കമ്പനി നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിരിക്കരുത്. സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് 10 കൊല്ലം കഴിഞ്ഞിരിക്കരുത്. 10 കൊല്ലം കഴിഞ്ഞാൽ അത് ബാലാരിഷ്ടത കഴിഞ്ഞു, അഡൽട്ട് പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഉദ്ദേശം. സോ 10 കൊല്ലത്തിനുള്ളിൽ മാത്രമേ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിന് സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിക്കുകയുമുള്ളൂ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ടേൺ ഓവർ 100 കോടിയിൽ കൂടുതൽ കവിയാൻ പാടില്ല. 100 കോടി വരെയുള്ള ടേൺ ഓവറിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പായിട്ട് അംഗീകരിക്കാൻ പോകുന്നത്. ഈ സ്റ്റാർട്ടപ്പ് തന്നെ അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവർ എന്താണോ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സർവീസസ്, അതെന്ന് വെച്ചാൽ അതൊരു പുതിയതായിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കണം. അതായത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടെന്ന് പറയാമെന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു വളരെയധികം ഉപകാരപ്രദമായ ഒരു സർവീസ് ആയിരിക്കണം അത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കമ്പനിക്കും സർക്കാരിനും സമൂഹത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. സോ ഈ 4 കണ്ടീഷനാണ് പറയുന്നത്. ഈ 4 കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ DPITT നമ്മുടെ സംരംഭത്തിനെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കുകയും നമുക്കത് ഫെമ ആക്ട് പ്രകാരം സ്റ്റാർട്ടപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റുകയും നമുക്ക് ചെയ്യുന്നതാണ്. ഇനി ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നമുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അതിൻ്റെ ബാലാരിഷ്ടതകൾ ഉണ്ടാവാം. നമുക്ക് പൈസകൾ കുറവായിരിക്കാം, വർക്കിംഗ് ക്യാപിറ്റൽ. സോ നമുക്ക് പുറത്തുനിന്ന്, ഇന്ത്യക്ക് പുറത്തുനിന്ന് നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതിൻ്റെ പ്രൊമോട്ടേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് പ്രൊമോട്ടേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നത് വെച്ചാൽ, ഒന്ന് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് പ്രകാരം നമ്മൾ ആ കമ്പനിയിൽ ഷെയർ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കൺവെർട്ടബിൾ അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ഓർ മാൻഡേറ്ററിലി കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പുറത്തുള്ള വ്യക്തികളെ നമുക്ക് അനുവദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺവെർട്ടബിൾ ഫുള്ളി പെയ്ഡ് ഓർ മാൻഡേറ്ററിലി കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പുറത്തുള്ള വ്യക്തികൾ, ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികളോ അല്ലെങ്കിൽ കമ്പനീസിനോ നമുക്ക് ഈ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പൈസ തരാൻ വേണ്ടി നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാർട്ടപ്പ് കമ്പനി ഈ ഇക്വിറ്റിയോ പ്രിഫറൻസ് ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. ഇനി വേറൊരു വിധത്തിലും കൂടി നമുക്ക് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് നടത്താം. ഇത് കൺവെർട്ടബിൾ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. കൺവെർട്ടബിൾ നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഒരു വ്യക്തിയെ, പുറത്തുള്ള വ്യക്തിയോ ഒരു പുറത്തുള്ള കമ്പനിയിൽ നിന്നോ കുറച്ച് പൈസകൾ കടം വാങ്ങാൻ പറ്റും. അപ്പോൾ ആ കടം വാങ്ങുന്ന പൈസ നമ്മളൊരു പ്രത്യേക പീരീഡിന് ശേഷം നമുക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കണം. അതായത് ഒരു 10 കൊല്ലത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കണം. അതിൻ്റെ ഒരു കണ്ടീഷനും എല്ലാം ഉണ്ടായിരിക്കണം. നമുക്ക് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ കടം വാങ്ങിച്ച പൈസ നമുക്ക് ഒരു ഷെയറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെയും നമുക്ക് ഈ കമ്പനിയുടെ, സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഇൻവെസ്റ്ററായിട്ട് അവരെ തീരുമാനിക്കാൻ പറ്റും. സോ കൺവേർട്ടബിൾ നോട്ടായിട്ടും കൂടി നമ്മൾക്ക് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇനി സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 2 റൂട്ട് ത്രൂ ആണ്. ഒരു ഓട്ടോമാറ്റിക് റൂട്ടും ഒന്ന് ഗവൺമെൻറ് അപ്രൂവൽ റൂട്ട് എന്ന് പറയാം. ഓട്ടോമാറ്റിക് റൂട്ടിൽ നിന്ന് നമുക്ക് വലിയൊരു അപ്രൂവലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത റൂട്ടിൽ ത്രൂടെ വരാം. ഗവൺമെൻറ് അപ്രൂവൽ നിന്ന് ഗവൺമെൻറ് പ്രത്യേക പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവണം. സോ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടപ്പിനും ഇതേ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യണം. കാരണം ഫെമ ആക്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ നമുക്കിപ്പം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൺവെർട്ടബിൾ നോട്ട് നമുക്ക് 25 ലക്ഷം രൂപ വരെ പുറത്തുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. 25 ലക്ഷം രൂപ വരെ കൺവെർട്ടബിൾ നോട്ടായിട്ട്. ഇക്വിറ്റിയും പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും വേറെ തന്നെ ചെയ്യാം. പക്ഷേ 25 ലക്ഷം രൂപ കൺവെർട്ടബിൾ നോട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്കിത് ഗവൺമെൻറ് റൂട്ടിൽ വരുന്ന ചില ഇതിനൊക്കെ നമുക്ക് ഗവൺമെൻറ് അപ്രൂവൽ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഫുൾ കൺട്രോൾ വരുന്നത് 49% മുകളിൽ ഷെയർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഗവൺമെൻറ് അപ്രൂവൽ റൂട്ട് തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഇതിലാണെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്രൂവൽ വാങ്ങണം നമ്മൾ. കൂടാതെ നമ്മൾ അതിൻ്റെ പ്രൈസിങ് പോളിസി, ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രക്രിയകൾ പറയുന്നുണ്ട്. അതായത് റിസർവ് ബാങ്ക് അംഗീകരിക്കുന്ന ഒരു വാല്യുവേഷൻ മെത്തേഡിലായിരിക്കണം അതിൻ്റെ ഷെയർസ് വരേണ്ടത്. അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അത് സെബീൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇത് പ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു മെർച്ചൻറ്റ് ബാങ്കറോ സർട്ടിഫൈ ചെയ്യണം. അതിൻ്റെ വാല്യുവേഷൻ റൂൾസ് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് റൂൾസ് ആയിരിക്കണം. ഇത് പ്രകാരമുള്ള പ്രൈസിങ് പോളിസീസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം ഗവൺമെൻറ് അപ്രൂവൽ റൂട്ടിലാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക്. കൂടാതെ നമുക്കൊരു NRIക്കോ OCIക്കോ, OCI എന്ന് പറഞ്ഞാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, NRIക്കോ OCIക്കോ നോൺ റീപാട്രിയേഷൻ ബേസിൽ
നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നോൺ റീപാട്രിയേഷൻ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇന്ത്യക്ക് പുറത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഇന്ത്യയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. റീപാട്രിയേഷൻ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം റീപാട്രിയേഷൻ ബേസാണ്. പക്ഷേ NRIക്കോ OCIക്കോ നോൺ റീപാട്രിയേഷൻ ബേസിൽ നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക്, അതായത് ഇപ്പോൾ ഇവിടെയുള്ള കമ്പനിക്ക് പൈസേൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് അവരുടെ ഷെയർസ് മറ്റേ പുറത്തുള്ള ആൾക്കാർക്കോ NRIക്കോ നോൺ റെസിഡൻറ്റ് പേഴ്സണിനോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ റൂൾസ്, ട്രാൻസ്ഫർ ഷെയർസിൻ്റെ റൂൾസ് ഉണ്ട്, അതിൻ്റെ വാല്യുവേഷൻ റൂൾസും പറയുന്നുണ്ട്. ആ റൂൾസ് പ്രകാരമുള്ള എല്ലാ ഫോർമാലിറ്റീസും ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, പുറത്തുള്ള വ്യക്തികൾ, അതൊരു പാകിസ്ഥാനിയോ ബംഗ്ലാദേശോ അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളോ അല്ലെങ്കിൽ പാകിസ്ഥാനി ബംഗ്ലാദേശ് ആയിട്ടുള്ള സിറ്റിസൻസോ ആണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ത്രൂ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയല്ല, ഇപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ അവർക്ക് ആ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള കൺട്രീസിനും ആ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ പാകിസ്ഥാനും ബംഗ്ലാദേശും ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെൻറ് അപ്രൂവൽ വരണം. പിന്നെ ചില സെക്ടേഴ്സിന് ഇത്ര പെർസെൻറ്റേജ് മാത്രമേ അതിനകത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിഫൻസിൽ ഇത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഫിനാൻസ് സെക്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങണം, NBFCക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അപ്രൂവൽ വാങ്ങണ്ട എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു വിശദമായിട്ട് ആ FEMA ആക്ട് തന്നെ നമുക്കത് പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി നമുക്ക് പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ത്രൂ ബാങ്കിങ് ചാനൽസ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഫണ്ട് കൊണ്ടുവരുന്നത് ബാങ്കിങ് ചാനൽ ത്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഫോറിൻ കറൻസി അക്കൗണ്ട് ത്രൂ മാത്രമേ നമുക്കിത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കൊണ്ടുവരുന്ന വ്യക്തികളുടെ NRE or FCNRB അക്കൗണ്ടിൽ ആ പൈസ ഡെബിറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. അതായത് അതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോവൽ മാത്രമേ നമ്മൾ സമ്മതിക്കൂ. സാധാരണ ഇന്ത്യയിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. FCNR NRE അക്കൗണ്ടിൽ മാത്രമേ അത് നമുക്ക് നിലനിൽക്കുന്നുള്ളൂ. അതേപോലെ നാളെ ഇയാൾക്ക് പൈസ തിരിച്ചു വേണം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പൈസ മതിയായി അവർ തിരിച്ചു കൊടുക്കുകയാണെങ്കിലും അതും നമുക്ക് ബാങ്കിങ് ചാനൽസ് ത്രൂ മാത്രമേ തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതും നമുക്ക് ഈ NRE or FCNRBൻ്റെ ക്രെഡിറ്റിൽ, അതിലുള്ള ക്രെഡിറ്റിൽ കാണിച്ചിട്ട് മാത്രമേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സോ ബാങ്കിങ് ചാനൽസ് ത്രൂ മാത്രമേ നമുക്ക് പൈസ വരുന്നതും പോകുന്നതും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്കോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനിയോ നമ്മളിത് റിപ്പോർട്ട് ചെയ്യണം, RBIക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഏത് പ്രക്രിയ ത്രൂ ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മളിത് നമ്മുടെ ഓതറൈസ്ഡ് ഡീലർ കഴിഞ്ഞാൽ നമ്മളെ ബാങ്കർ, നമ്മളെ ഫോറിൻ കറൻസി ഡീൽ ചെയ്യുന്ന ബാങ്കർ ത്രൂ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് സിംഗിൾ മാസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്, SMF എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. ആ ഫോം ത്രൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട ചില ഫോംസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ നമ്മൾ CN30 കൺവേർട്ടബിൾ നോട്ട് 30 എന്ന് പറഞ്ഞൊരു ഫോം നമ്പറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഓതറൈസ്ഡ് ഡീലർക്ക് നമ്മൾ കൊടുക്കണം, പൂരിപ്പിച്ച് കൊടുക്കണം. ഇത് സ്റ്റാർട്ടപ്പ് കമ്പനിക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിക്കോ ആർക്കാന്ന് വെച്ചാൽ അത് കൊടുക്കാം. പക്ഷേ നിർബന്ധമായിട്ടും അത് നമ്മൾ കൊടുക്കണം. അതിനൊരു ദിവസങ്ങൾ പറയുന്നില്ല, ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളിത് കൊടുത്തിരിക്കണം. ഇതാണിപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ചുരുക്കത്തിൽ വരുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. കൂടുതൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക. ഫർദർ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക.